മൈക്രോസോഫ്റ്റ് എക്സലിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സാണ്. ഒന്നാമത്തെ പാർട്ട് 1 വീഡിയോ എല്ലാവരും കണ്ട്. പാർട്ട് 1 വീഡിയോ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നോക്കിയത്. അതുപോലെ തന്നെ രണ്ടാമത്തെ വീഡിയോവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. MS എക്സലിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. ഇതൊരു ഓൾറെഡി ടൈപ്പ് ചെയ്ത് വെച്ചതാണ്, ഒരു ഷീറ്റാണ്, മാർക്ക് ഷീറ്റാണ്. നമുക്കൊരു ബോർഡറിൻ്റെ ഉള്ളിലേക്കാക്കാം. ഈ മാർക്ക് ഷീറ്റ് ഓൾറെഡി ടൈപ്പ് ചെയ്ത് വെച്ചതാണ്. സെലക്ട് ചെയ്ത് ഇവിടെ ഓൾ ബോർഡർ കൊടുത്ത് അപ്പം ഒരു ബോർഡറിൻ്റെ ഉള്ളിലേക്ക് വന്ന് അത് നമുക്ക് എന്താക്കാം, സിമ്പിളായിട്ട് എങ്ങനെ ചെയ്യാൻ നോക്കാം. അൺഡു അടിക്കുക. അൺഡു ഇവിടെ മേലെ മുകളിൽ അൺഡു ഒരു ചിഹ്നമുണ്ട്. അൺഡു അടിച്ച് അൺഡു എന്നുള്ളത് എന്താക്കാം, സിമ്പിളായിട്ട് കീബോർഡിൽ Ctrl+Z അടിച്ച് കഴിഞ്ഞാൽ അൺഡു ആണ്. Ctrl+Z ആണ് അൺഡുവിലെ ഷോർട്ട് കട്ട്. Ctrl+Z ഓക്കെ. അപ്പം നമുക്ക് ഷോർട്ട് കട്ട് ആയിട്ട് എങ്ങനെ ബോർഡർ ചെയ്യാൻ നോക്കാം. സിമ്പിളായിട്ട് ഷിഫ്റ്റ് എറോ കീ സെലക്ട് ചെയ്യാം. അടുത്തത് Alt+HBA. അപ്പോൾ ഷോർട്ട് കട്ടാണ് Alt+HBA. അപ്പം ബോർഡറിൽ നിന്ന് ഷോർട്ട് കട്ടായിട്ട് ഓൾ ബോർഡറായിട്ട് വന്ന് അടുത്തത് നമുക്ക് മേലെ നെയിം, ഇംഗ്ലീഷ്, ബയോളജി, ഫിസിക്സ്, മാത്സ്, ടോട്ടൽ മാർക്സ് അത് ബോൾഡായിട്ടൊക്കെ കൊടുക്കാം. സെലക്ട് ചെയ്യുക. കീബോർഡിൽ ആദ്യം മൗസ് ചെയ്യുന്ന സെലക്ട് ചെയ്ത് ഇവിടെ ഫോണ്ടിൽ ബോൾഡിൻ്റെ B ഈ ബോൾഡ് ഓക്കെ. അപ്പം ബോൾഡായിരിക്കുകയാണ്. അത് നമുക്ക് സിമ്പിളായിട്ട് ഷോർട്ട് കട്ടായിട്ട് എങ്ങനെ ചെയ്യാമെന്ന് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം നമ്മൾ നേരത്തെ അൺഡു ചെയ്യുന്നത് Ctrl+Z. അപ്പോൾ അൺഡു ആയി. അപ്പം ഷിഫ്റ്റ് Ctrl+Bയിൽ അടിച്ചു കഴിഞ്ഞാൽ ബോൾഡായി. അടുത്തത് സമ്മ് നോക്കാം. സമ്മിന് =SUM ഇക്വേഷന് ബ്രാക്കറ്റ് ഓപ്പൺ ആക്കി സെലക്ട് ചെയ്ത് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് എൻ്റർ അടിച്ച് അപ്പം ആൻസർ വന്നിട്ട് 244 വന്ന്. നമുക്ക് കറക്റ്റ് ആൻസർ ആണോ നോക്ക്. ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം ഈ താഴെ വന്നു കഴിഞ്ഞാൽ സമ്മ് 244 ഓക്കെ റെഡിയാണ്. ഇവിടെ വന്നത് 244. ഇപ്പോൾ ഇക്വേഷൻ അടിച്ചിട്ടാണ് ചെയ്തത്. ഇനി നമുക്ക് സിമ്പിളായിട്ട് എങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഷോർട്ട് കട്ടായിട്ട് അടുത്ത താഴെ കാണിച്ചു തരാം. Alt=Enter. Alt=Enter. ഷോർട്ട് കട്ടായിട്ട് Alt=Enter. ഒന്നുകൂടി നോക്കാം. ഇവിടെ കീബോർഡിൽ Alt=Enter. ഇനി വേറെ ഷോർട്ട് കട്ട് ഉണ്ട്. ഇത് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാലും ആൻസർ കറക്റ്റായിട്ട് വരും. എങ്ങനെ ഇക്വേഷൻ, മേലുള്ള ഇക്വേഷൻ അതേപോലെ തന്നെ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാലും കിട്ടും. അപ്പോൾ അങ്ങനെയും ചെയ്യാം. താഴോളം കിട്ടും. ഓക്കെ, ജസ്റ്റ് ഒന്നുകൂടി കാണിക്കാം. ഇപ്പോൾ 244 എന്നുള്ളത് ഇവിടെയുള്ള ടോട്ടലാണ്. അതെന്താക്കാം, താഴോട്ട് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ ഓരോന്നിൻ്റെ ആൻസർ വന്ന്. ആ മൗസിലാണ് ചെയ്തത്. ഇപ്പം Ctrl+Z അടിച്ച് ഇനി അല്ലാത്ത ഇക്വേഷൻ നേരത്തെ നമ്മൾ ചെയ്തത് ഡിലീറ്റ് ആക്കുന്നതാണ്. കീബോർഡിൽ ഡിലീറ്റ് ഓക്കെ. അവിടെ ഇപ്പോൾ ഷോർട്ട് കട്ടായിട്ടാണ് ചെയ്യുന്നത്. Alt+=Enter. Alt=Enter. എന്നിട്ട് സമ്മ് കാണുന്ന വേറെ മെത്തേഡ് നോക്കാം. ഫുള്ള് സെലക്ട് ചെയ്യുക.
റൈറ്റ് സൈഡിൽ ഓട്ടോ സം എന്ന് കാണാം, ഓട്ടോ സം. അപ്പോൾ എല്ലാത്തിൻ്റെയും ടോട്ടൽ വന്നിരിക്കുകയാണ്. ഇനി നമുക്ക് അലൈൻമെൻറ്റ് ഒപ്പിക്കുന്നത് നോക്കാം. ഇവിടെ അലൈൻമെൻറ്റിൽ ഏത് രീതിയിലാണോ അലൈൻമെൻറ്റ് സെറ്റ് ചെയ്യേണ്ടത് ആ രീതിയിൽ അലൈൻമെൻറ്റ് സെറ്റ് ചെയ്യുക. ഏത് രീതിയിൽ വേണമെങ്കിലും അലൈൻമെൻറ്റ് സെറ്റ് ചെയ്യുക. ഓക്കെ, കളർ ചെയ്യുക. ഫസ്റ്റ് സെലക്ട് ചെയ്യുക, കളർ ഫില്ലാക്കാന്ന് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു കളറ്. ഓക്കെ, ഇപ്പോൾ കളറായി. ഇവിടെ ഒരു ജസ്റ്റ് ഒരു സെൽ അറിയാതെ വന്നിട്ടുണ്ട്, അതെങ്ങനെ ഡിലീറ്റ് ആക്കാൻ നോക്കാം. അപ്പോൾ ഇവിടെ മൗസ് ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ വരും. അപ്പം ഡിലീറ്റ് ആക്കിയാൽ മൗസിൻ്റെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് നമ്മൾ ഒന്നുകൂടി കാണിച്ചു തരാം. കൺട്രോൾ ചെയ്തിട്ട് മൗസ് സെലക്ട് ചെയ്യാം. മൗസിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡിലീറ്റ് ഓപ്ഷൻ വരും, ഡിലീറ്റ്. ഇനി അല്ലാതെ ഡിലീറ്റ് ആക്കാം. ഇതാ ഇവിടുന്ന് മൗസ് സെലക്ട് ചെയ്ത് കൺട്രോൾ പ്ലസ് മൈനസ്. അപ്പോൾ ഷോർട്ട് കട്ടായിട്ട് കൺട്രോൾ മൈനസ് ചെയ്താൽ അത് പോകും.